നിലവിൽ ഓപ്പണിംഗ് സ്ലോട്ട് നഷ്ടമായതിനു ശേഷം മധ്യനിരയിൽ പല പൊസിഷനുകളിലായി സഞ്ജുവിനെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും പ്രതീക്ഷക്കൊത്ത പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഈയൊരു റോൾ അദ്ദേഹത്തിന് യോജിക്കുന്നില്ല എന്ന് ടീം മാനേജ്മെന്റിന് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഓസ്ട്രേലിയക്കെതിരെ നടന്ന ഈ ഒരു T20 പരമ്പരയിലെ അവസാന 2 മത്സരങ്ങളിലും സഞ്ജുവിനെ ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും അതായിരുന്നു. ഓപ്പണറല്ലാത്ത സഞ്ജുവിനെ ഇന്ത്യക്ക് വേണ്ട എന്നതാണ് ഒരു ബിറ്റർ ട്രൂത്ത്. മധ്യനിരയിൽ ഒരു ഫിനിഷറെയാണ് നമുക്ക് വേണ്ടത്. ആ റോൾ ജിതേഷ് ശർമ്മയ്ക്ക് ചെയ്യാൻ പറ്റും താനും. പിന്നെയുള്ളത് സഞ്ജുവിൻ്റെ ഏജാണ്. സഞ്ജുവിന് 30 വയസ്സായി നിലവിൽ. കഴിഞ്ഞ ദിവസം സഞ്ജുവിനെ വിമർശിക്കാൻ വേണ്ടി സൈർ ഖാൻ ഇതേപോലെ സഞ്ജുവിന് പ്രായമായി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സഞ്ജുവിന് അവസരങ്ങൾ ലഭിക്കുന്നതിന് പകരം യുവതാരങ്ങൾക്ക് അവസരങ്ങൾ നൽകണം എന്നായിരുന്നു സൈർ ഖാൻ ആ സമയത്ത് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഫാക്റ്റ് എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ ഒരു ഏജ് പ്രശ്നം പറഞ്ഞുകൊണ്ട് അടുത്ത ലോകകപ്പിന് ശേഷം സഞ്ജുവിന് പകരം ശുഭ്മാൻ ഗില്ലിനെ ഓപ്പണിംഗ് നിരയിൽ നിന്നും മാറ്റിയാൽ തന്നെയും മുൻനിരയിൽ കളിക്കാൻ സഞ്ജുവിനേക്കാൾ പ്രായം കുറഞ്ഞ യശസ്വി ജയ്സ്വാളിനെയോ അതിലും പ്രായം കുറഞ്ഞ സൂര്യവംശിയെയോ വൈഭവ് സൂര്യവംശിയെയോ ഒക്കെ ടീമിൽ പരീക്ഷിക്കാനുള്ള സാധ്യതയുമുണ്ട്. നിലവിലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അദ്ദേഹത്തെ ഏറെ പിന്തുണക്കുന്ന ആളാണ് എന്ന് നമുക്കറിയാം. 23 ഡക്കുകൾ നേടിയിട്ടുണ്ടെങ്കിലും ടീമിൽ ഇടം നൽകുമെന്ന് പ്ലേയിങ് 11-ൽ ഇടം നൽകുമെന്ന് വാക്കുകൊടുത്ത കട്ട ചങ്ക് സുഹൃത്താണ് സൂര്യകുമാർ യാദവ്, ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ്. അതുകൊണ്ട് തന്നെ അടുത്ത ലോകകപ്പിന് ശേഷം സൂര്യ ടീമിൽ ഇല്ലെങ്കിൽ സഞ്ജുവിൻ്റെ കാര്യം കഷ്ടത്തിലാകുമെന്ന് ഉറപ്പാണ്. അടുത്ത ലോകകപ്പിന് ശേഷം T20 ലോകകപ്പിന് ശേഷം സൂര്യ മാറുകയാണെങ്കിൽ ശുഭ്മാൻ ഗിൽ എല്ലാ ഫോർമാറ്റിലുമുള്ള ക്യാപ്റ്റനാകും. അങ്ങനെ ക്യാപ്റ്റനാവുന്നതോടെ സൂര്യയുമായുള്ള സൗഹൃദത്തിൻ്റെ അത്രയൊന്നും ഗില്ലുമായി സഞ്ജുവിന് സൗഹൃദമില്ല എന്ന് നമുക്കറിയാം. സൂര്യയ്ക്ക് ശേഷം അദ്ദേഹം ഒരു പുതിയ ക്യാപ്റ്റനായി വരികയാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്നത് പോലൊരു പിന്തുണയോ പരിഗണനയോ സഞ്ജു സാംസൺ പ്രതീക്ഷിക്കുകയും വേണ്ട.